എന്തായാലും ധർമ്മസ്ഥലയിലെ നിർണായക തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. പരിശോധന ഇപ്പോഴും അവിടെ തുടരുകയാണ്. 6-ാം നമ്പർ പോയിന്റിലാണ് ഇപ്പോൾ പരിശോധന നടന്നത്. അവിടെ നിന്നാണ് ചുരുളൊഴിക്കുന്ന നിർണായക തെളിവുകൾ ലഭിക്കുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു. ആ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നു. അത് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഔദ്യോഗിക സ്ഥിരീകരണം SIT നടത്തണമെങ്കിൽ ഒരുപക്ഷേ ഈ തെളിവുകൾ ഗ്രഥിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിലേക്ക് പോവുക. എന്തായാലും ഈ തിരോധാന വിഷയത്തിൽ കാത്തിരിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. അനന്യ ഭട്ടിൻ്റെ അമ്മയ്ക്കടക്കം അല്ലെങ്കിൽ കാണാതായ മറ്റു മലയാളികൾക്കടക്കം നിർണായകമായ തെളിവുകൾ വരികയാണ്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു തുടക്കമാവുന്ന കാര്യം കൂടിയാണ് ഇതിലുണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളികളുടെ മൊഴിയോട് അവജ്ഞയോടെ നേരിട്ടവർക്ക് പിന്നീട് അത് ഏറ്റെടുക്കേണ്ടി വരുന്നു. കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ തുടക്കത്തിൽ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ശുചീകരണ തൊഴിലാളി സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്, തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകുമ്പോൾ പുഴയുടെ മറുവശത്ത് നിന്നാണ് പുഴയുടെ ഒരു സൈഡിലാണ് മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമുള്ളത്. മറുകരയിലാണ് ഈ പരിശോധന നടക്കുന്നത്. അവിടേക്കാണ് ക്യാമറ സൂം ചെയ്ത് അവിടുത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്കതിൽ വ്യക്തമാകും എത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് പരിശോധന. മണ്ണ് വെള്ളക്കെട്ടുള്ളിടത്ത് നിന്നും വെള്ളം മാറ്റുന്നതിന് വേണ്ടി പമ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പരിശോധന നടക്കുന്നത്. എന്തായാലും ഈ കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ തുടക്കമാവും. ഒരു മൊഴിയും ഒഴിവാക്കരുത് എന്ന ഒരു പുതിയ തെളിവ് കൂടിയായി, ഒരു ഓർമ്മപ്പെടുത്തലായി കൂടി ഇത് മാറുകയാണ്. അങ്ങനെയാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും ആ വെളിപ്പെടുത്തലിന് പിന്നാലെ പുറത്തു വരുന്ന ചരിത്രങ്ങളും മാറുക. എന്തായാലും ഇനിയും ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം എല്ലാ ഇടങ്ങളിലും പരിശോധന നടക്കണം. 13 ഇടങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ ഇടങ്ങളിൽ പരിശോധന നടക്കണം. ഇനിയുള്ള പോയിന്റുകളും പ്രധാനപ്പെട്ടതാണ്. വനമേഖലയിൽ കുഴിച്ചിടപ്പെട്ടു എന്നതാണ് ശുചീകരണ തൊഴിലാളി നടത്തിയ കാര്യം. ഒരു ഘട്ടത്തിൽ താൻ ചെയ്ത പ്രവൃത്തിയോടുള്ള ക്ലേശകരമായ മാനസാന്തരമുണ്ടാവുകയും അത് പിന്നീട് തുറന്നു പറയാനും ആ വ്യക്തി തയ്യാറായി എന്നതാണ്. വലിയ സുരക്ഷയിലാണ് നടത്തുന്നത് പരിശോധന. പ്രത്യേകിച്ച് ഈ ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം പുറത്തു വരാത്ത രീതിയിൽ അദ്ദേഹത്തെ മാസ്ക് ധരിച്ച് അതിന് പ്രത്യേക സുരക്ഷ ഒരുക്കി തന്നെയാണ് പരിശോധന നടക്കുന്നത്. കാരണം വലിയധികം ഭയപ്പെടുത്തുന്ന, വലിയധികം ഭീഷണിയുള്ള ഒരു മേഖല കൂടിയാണത് മാറുന്നത്. ബൈജു, ഒരു കാര്യം കൂടി, ഈ ധർമ്മസ്ഥല സംഭവം അത് രാജ്യത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ നമുക്ക് നൽകുന്ന വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. കാരണം ഇപ്പോൾ നൽകുന്ന സൂചനകൾ അങ്ങനെയാണല്ലോ. കാരണം ഒരു വ്യക്തി നടക്കുന്ന മൊഴി, ആ വ്യക്തിയുടെ വെളിപ്പെടുത്തൽ, അത്തരം വെളിപ്പെടുത്തലുകളൊന്നും വെറുതെ കളയരുത്. അത് അതേ ജാഗ്രതയോടുകൂടി, ഗൗരവത്തോടു കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ സംഭവം മാറുകയാണ്. ബൈജു, തീർച്ചയായും ഏതൊരു ക്രിമിനൽ പ്രവർത്തനത്തിനും ഒരു തെളിവ് അവശേഷിക്കും എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. അതേ അവസ്ഥയാണ്. കാരണം ഏക സാക്ഷിയാണ് ഇവിടെ ഈ ഒരു കേസിലുള്ളത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കത്തിൽ അത്രത്തോളം ഈ ആളുകൾ, ഇവിടെയുള്ള ആളുകൾ ഏത് രീതിയിൽ തുടങ്ങണമെന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്നാണ് ഈ കേസിൽ നിന്നും ചെറിയ തോതിലുള്ള ഒരു അനക്കം. നമ്മുടെ വാർത്ത വന്നതിന് ശേഷമാണ് പല ആളുകളും ഇത്തരത്തിൽ പല ആളുകളും പുറത്ത് പറയാൻ, ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോലും തയ്യാറായത്. ബൈജു തുടരാ. സൈത്തെ, നമ്മളിവിടെ ആദ്യം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലും ഇവർക്ക് സംസാരിക്കാൻ പോലും വേദിയില്ല, ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളില്ല, പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് നീതി ലഭിക്കാത്ത സാഹചര്യം, അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടായ ഒരു സമയമായിരുന്നു. അന്ന് നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോൾ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോലും ഭയപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇടയിൽ പല കേസുകളും ഇത്തരത്തിൽ കോടതിയിലെത്തി തെളിവുകൾ നഷ്ടപ്പെട്ട് അവരെ ഇതിൽ കുറ്റവാളികളായവരെ വെറുതെ വിടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സങ്കടങ്ങൾ തുടങ്ങി നമ്മൾ മലയാളികളായ പത്മലതയുടെ വാർത്ത, പത്മലതയുടെ സഹോദരൻ ജയന്ത് നിരന്തരമായി ന്യൂസ് 8-ലെ ചർച്ചയിൽ ഉൾപ്പെടെ, അത് ന്യൂസ് 8-ലെ ഏകദേശം എല്ലാ ചർച്ചകളും ദിവസങ്ങളോളം ഈ ഒരു വിഷയം എടുത്തു. നമ്മൾ നേരത്തെ സ്പോട്ട് ലൈവിലാണ് ഈ ഒരു സംഭവം തുടങ്ങുന്നത് തന്നെ. സ്പോട്ട് ലൈവിൽ നമ്മൾ ഈ വിഷയം ആദ്യം ഏറ്റെടുക്കുന്നു. പിന്നീട് നിരന്തരം ന്യൂസ് 8 ഓരോ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നു. ആദ്യം ധർമ്മസ്ഥലയിലെത്തിയ നമ്മളാണ്. ഓരോ കാര്യങ്ങളും, ഇവിടുത്തെ വിഷമങ്ങളും ആദ്യം അറിയിച്ചത് ന്യൂസ് 8-ലൂടെയാണ്. പ്രേക്ഷകർ അറിയുന്നു. ന്യൂസ് 8-ലൂടെയാണ്. വലിയ പിന്തുണയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിൽ നമുക്ക് ലഭിച്ചത്.
എന്നത് അത്രത്തോളം ആളുകൾ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ നടത്തുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പലരുടെയും മനസ്സിൽ ഇതുണ്ടാകാം, പുറത്തു പറയാൻ ഭയം കൊണ്ട് ഒരുപാട് അനുഭവമുള്ളവരുണ്ടാകാം. ഈ വാർത്ത വരുമ്പോൾ അവർ സന്തോഷിച്ചു, നമുക്ക് വലിയ പിന്തുണ നൽകി, നിരന്തരം വാർത്ത നൽകി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ നൽകിയ വാർത്തയെ തുടർന്ന് ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഇടപെടുകയും മുഖ്യമന്ത്രിയെ വിവരം ധരിപ്പിക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. SIT രൂപീകരിക്കണമെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യം പരിഗണിച്ചു. ഒടുവിൽ ആ DGPയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം, അതായിരുന്നു ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ആ രീതിയിൽ തന്നെ SIT അന്വേഷണം ആരംഭിക്കുന്നു. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഈ SIT വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. ധർമ്മസ്ഥലയിലും അതുപോലെ തന്നെ മംഗളൂരുവിലും പ്രത്യേക ക്യാമ്പ് ഓഫീസ് തുറന്ന് പ്രവർത്തിച്ച് അവിടെ ഈ ശുചീകരണ തൊഴിലാളി എത്തിച്ച് 15 മണിക്കൂറാണ് മൊഴി രേഖപ്പെടുത്തിയത്. അതിൽ നിർണായകമായ പല കാര്യങ്ങളും ഇദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഒരു പക്ഷേ ഈ രഹസ്യമൊഴിയിൽ നൽകിയതിനപ്പുറം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നത്. അവർക്ക് മുന്നിൽ തന്നെ ആരാണ് ഈ ഒരു ക്രൂരകൃത്യം, ഒരു നീചകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്, അവരുടെ പേരുകൾ, പേരുകൾ ഇങ്ങനെ ഏത് സ്ഥലങ്ങളിലൊക്കെ കുഴിച്ചിട്ടു. ബൈജു, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇപ്പോൾ പുറത്തു വരുന്ന, ഇപ്പോൾ ഈ പോയിന്റ് നമ്പർ 6 നിന്നും കണ്ടെടുത്ത തെളിവുകൾ, ഒരു പുരുഷന്റെ മൃതദേഹത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫോറൻസിക് പരിശോധന വിശദമായി നടക്കേണ്ടതുണ്ട്. നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ അവിടെ പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള പരിശോധന നടക്കുകയാണിപ്പോൾ. ഒരു പുരുഷന്റെ മൃതദേഹമാണ് പുറത്തെടുത്തിരിക്കുന്നത് എന്ന സൂചനകളാണുള്ളത്. ഫോറൻസിക് പരിശോധന നടക്കേണ്ടതുണ്ട്, അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെടുത്ത മൃതദേഹ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ഉടനടി അയക്കും. അങ്ങനെ ആ മേഖലയിൽ നിന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് നീക്കം. അങ്ങനെ നിർണായകമായ തെളിവുകളിലേക്ക് വരികയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബൈജു, ഈ വ്യക്തിയുടെ, ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പുരുഷന്മാരുടെ മൃതദേഹം മറവ് ചെയ്തതായ സൂചന ഇദ്ദേഹത്തിൻ്റെ മൊഴിയിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സൈത്തെ. ഇവിടെ ഭിക്ഷാടനം നടത്തുന്ന പല ആളുകളെയും ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്ത് ഇയാളെ ഏൽപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഭിക്ഷാടനം അത്ര അനുവദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അങ്ങനെ ഭിക്ഷാടനത്തിന് ആളുകളുണ്ട്. അതോടൊപ്പം പണം തട്ടാനായി ഈ ക്രിമിനൽ സംഘങ്ങൾ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹം ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണെന്ന നെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അത് തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുക്കാൻ ന്യൂസ് 18 പ്രേരിപ്പിച്ചത്. കാരണം നമ്മുടെ കുട്ടികൾ അവർ സ്കൂളിൽ പോയപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോവുക, അതേ യൂണിഫോമിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അതിനുശേഷം ഈ കൊലപ്പെടുത്തി ഇത്തരത്തിൽ റോഡരികിൽ ഉപേക്ഷിക്കുക, അങ്ങനെ മൃതദേഹം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് ഈ പൂർണ്ണമായും കൊല്ലപ്പെട്ടതിന് ശേഷം ഈ മൃതദേഹം ഇയാളെ ഏൽപ്പിച്ച് ഇയാളെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ കുഴിച്ചെടുപ്പിക്കുന്ന സാഹചര്യമാണ്. അത് അയാൾ കൃത്യമായ ആ പരാതിയിൽ പറയുന്നുണ്ട്. രഹസ്യമൊഴിയിലും അത് തന്നെയാണ് അദ്ദേഹം നൽകിയത്. ഇതിലും കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ SITക്ക് മുൻപിൽ നൽകി. SIT ഈ സംഭവം വളരെ ഗൗരവപൂർവ്വമായി എടുത്തു എന്ന് വേണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ പരിശോധന, ആ ദൃശ്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. ശുചീകരണ തൊഴിലാളി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലും കാണാം. അയാൾ വിരൽ ചൂണ്ടി അവിടെയല്ല ഇവിടെയാണെന്ന് തിരിച്ച് അത്തരത്തിൽ ഓർത്ത്